ബൈബിൾ സർവേയിൽ നമ്മളിന്ന് പഠിക്കുന്നത് 1ഉം 2ഉം ദിനവൃത്താന്തം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 2 രാജാക്കന്മാരുടെ പുസ്തകമായിരുന്നു. ഒരു ക്ലാസ്സിൽ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകം നമുക്ക് ഏകദേശം പഠിച്ച് തീർക്കുവാനായിട്ട് സാധിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ എല്ലാ രാജാക്കന്മാരെയും കുറിച്ച് നമ്മൾ വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല. എങ്ങനെയാണ് ആ പുസ്തകം ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ജനറൽ സെറ്റപ്പാണ് പറഞ്ഞത്. അവർ പ്രവാസത്തിലേക്ക് പോയി. ഇറ്റ് ഈസ് നോൺ ആസ് ദ ബുക്ക് ഓഫ് ക്യാപ്റ്റിവിറ്റി എന്നോർക്കുന്നുണ്ടല്ലോ. 2 രാജാക്കന്മാരുടെ പുസ്തകം പ്രവാസത്തിൻ്റെ പുസ്തകമാണ്. അടിമത്തത്തിലേക്ക് യഹൂദയും ഇസ്രായേലും പോകുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. 3 ഭാഗങ്ങളായിട്ട് ആ പുസ്തകത്തെ തിരിച്ചിരുന്നു. അവിടെ എലീശായുടെ പ്രവചന ശുശ്രൂഷയുണ്ട്. കൂടാതെ മറ്റ് പ്രവാചകന്മാരെയും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് ഇന്ന് 1-2 ദിനവൃത്താന്തം, അതോടൊപ്പം തന്നെ എസ്ര, നെഹമ്യ, എസ്തർ ഈ പുസ്തകങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നുള്ളത് നോക്കാം. കാരണം വാസ്തവത്തിൽ നിങ്ങളുടെ മനസ്സിൽ ചരിത്രം ഒന്ന് തെളിഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലേക്ക് പോയി ഇനി എന്താ ചെയ്യാനുള്ളൂ? മടങ്ങി വരണം. പ്രവാസത്തിലേക്ക് പോയി ഇനി ആകെ സംഭവിക്കേണ്ടത് മടങ്ങി വരണം, പിന്നെ ഒരു ഗ്യാപ്പ് വരണം, യേശു വരണം. അങ്ങനെയാണ് ചരിത്രം പോകേണ്ടത്. പക്ഷേ പുസ്തകങ്ങൾ ഒരിക്കലും അങ്ങനെ അല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ പുസ്തകങ്ങൾ ഇടയ്ക്ക് കുറേ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലും പറഞ്ഞ കുറേ കാര്യങ്ങൾ ആവർത്തിക്കുന്നതാണ് ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത്. 1-2 ദിനവൃത്താന്തം. ആ പുസ്തകത്തോട് ചേർന്ന് തന്നെയാണ് പിന്നെ വരുന്ന എസ്ര, നെഹമ്യ, എസ്തർ നിൽക്കുന്നതും. അതുകൊണ്ടാണ് ഈ 5 പുസ്തകങ്ങളും കൂടി ഒറ്റയായിട്ട് നമ്മളൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 5 പുസ്തകങ്ങളെയും കൂടി എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊന്ന് പരിചയപ്പെടുകയാണ് ആദ്യം ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ പ്രാധാന്യവും വിഷയമൊക്കെ പറയുകയാണ്. അതിനുശേഷം ഓരോ പുസ്തകങ്ങളായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. മനസ്സിലായെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുമല്ലോ. അപ്പം 1-2 ദിനവൃത്താന്തത്തിലേക്ക് ഇന്ന് നമുക്ക് ആദ്യം വരാം. 1-2 ദിനവൃത്താന്തം വായിക്കുമ്പോൾ റെപ്പറ്റീഷൻ ഓഫ് ടോപ്പിക്സ് കവേർഡ് ഇൻ ദി ബുക്സ് ഓഫ് ശമൂവേൽ ആൻഡ് കിങ്സ്. നേരത്തെ നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും വായിച്ച സംഭവങ്ങളുടെ ഒരു തനി ആവർത്തനമാണ് ഈ ദിനവൃത്താന്ത പുസ്തകത്തിലുള്ളതെന്ന് വായിക്കുന്നവർക്ക് ഒറ്റ വായനയ്ക്ക് തോന്നും. എന്നാൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും. എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സിംഹാസനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ദേവാലയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഭവങ്ങളെല്ലാം ശരിയാണെങ്കിലും ചരിത്രമെന്ന് പറയുന്നത് വ്യാഖ്യാനമാണ്. അപ്പം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ഏത് ആംഗിളിൽ നിന്ന് നോക്കുന്നു എന്നുള്ള അനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനവും അവതരണവും മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏത് ആംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ല, ചരിത്രമെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഭരിച്ചവരുടെ ചരിത്രം. ഇപ്പോൾ ഇന്ത്യ ചരിത്രം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യ ഭരിച്ച അശോകനും അക്ബറും ഔറംഗസീബും ബ്രിട്ടീഷുകാരും അല്ലേ? അപ്പോൾ എല്ലാ കാലത്തിലും ഭരിക്കപ്പെട്ടവരോ? അവരെക്കുറിച്ച് നമ്മളധികം ചിന്തിക്കുന്നില്ല. പക്ഷെ അവരെക്കുറിച്ചും ചിന്തിക്കുന്ന ചരിത്രങ്ങൾ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുന്നോ അതനുസരിച്ചാണ് അത് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏത് ആംഗിളിലാണ് നോക്കിയത്? ഭരിച്ച രാജാക്കന്മാരുടെ താല്പര്യങ്ങളുടെ ആംഗിളിലാണ് നോക്കി കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നത്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഏതാംഗിളിൽ നിന്നാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്, ദൈവാലയം, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്നത് ദേവാലയം എന്നുള്ളതാണ്. അതിനോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. ത്രോൺ ആൻഡ് ടെമ്പിൾ അല്ലേ? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഫോക്കസിൽ വരുന്നത് ത്രോണാണ്. എന്നാൽ ക്രോണിക്കിൾസിൽ വരുന്നത് ടെമ്പിൾ ആണെന്നുള്ള കാര്യമാണ് ആദ്യം ഓർത്തിരിക്കേണ്ടത്. ദെൻ വാട്ട് ഈസ് എ ക്രോണിക്കിൾ? ഒരു ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദിനവൃത്താന്തം, പുസ്തകത്തിൻ്റെ പേരിൽ തന്നെ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ എ ക്രോണിക്കിൾ? ഒരു ദിനവൃത്താന്തം, ഡെയിലി ദിനവൃത്താന്തം. അപ്പം ഓരോ ദിവസവും നടക്കുന്ന വൃത്താന്തങ്ങൾ, വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആൻ അക്കൗണ്ട് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് എവറി ഡേ ഇൻ ദി കോർട്ട് ഓഫ് ദ കിങ് അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ്. ഒരു പ്രത്യേക തരത്തിൽ രാജസദസ്സിൽ നടന്ന സംഭവങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ദിനവൃത്താന്തം. കാരണം രാജാക്കന്മാരുടെയൊക്കെ സദസ്സിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തി വെക്കാനായിട്ട് ഒരു ഡയറി ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചു. അല്ല, ഇപ്പോൾ തന്നെ നമ്മളുടെ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡയറി കാണും. അതിനകത്ത് പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം. അങ്ങനെയല്ലേ ഒരു വർഷം കഴിയുമ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഒരു വർഷം കഴിയുമ്പോൾ
എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ കൊല്ലം നടന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മെയിൻ ഇവൻറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു രേഖ ഉണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. അല്ല, അക്കൗണ്ട് പഠിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അക്കൗണ്ടൻസി അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ലെഡ്ജറും ഉണ്ട്, കണക്കുകാരില്ലെന്ന് എനിക്ക് തോന്നുന്നു, ക്യാഷ് ബുക്കും ഉണ്ട് അല്ലേ? എന്തായാലും രണ്ടിൻ്റെയും വ്യത്യാസം എന്താ? ലെഡ്ജറും ക്യാഷ് ബുക്കും. ഞങ്ങളിതൊന്നും ബോദർ ചെയ്യാറില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ക്യാഷ് ബുക്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസാണ് കാണുന്നത്. ലെഡ്ജറിൽ നാൾ വഴി എന്ന് പറയും. ഓരോ ദിവസവും എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടായി, ആരൊക്കെ പണം അടച്ചു, ആരൊക്കെ പണം ഇവിടുന്ന് മേടിച്ചു, ഇങ്ങനെയുള്ള നാൾ വഴി കണക്കുകളാണ് ലെഡ്ജറിനകത്ത്. അപ്പോൾ ഇതൊരു ലെഡ്ജറാണെന്ന് വേണമെങ്കിൽ പറയാം. നാൾ വഴി കണക്ക്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ക്രോണിക്കിൾ എന്നുള്ളതിൻ്റെ, ദിനവൃത്താന്തം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നൽകുന്നുണ്ട്, ഡെഫിനീഷൻ നൽകുന്നുണ്ടായിരിക്കും. ഓരോ ദിവസവും സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ മുമ്പോട്ട് പഠിച്ചു വരുമ്പോൾ രാജാവ് ഹാമാൻ്റെ കാര്യമൊക്കെ നോക്കുമ്പം രാജാവ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ടൊരു പുസ്തകം കൊണ്ടുവരാനൊക്കെ പറയുന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പുസ്തകം കൊണ്ടുവന്നു, വായിച്ചപ്പം ഇങ്ങനെ ഒരു കാര്യം കണ്ടു. അപ്പം ഹാമാൻ വിചാരിച്ചത് ഞാനല്ലാതെ വേറെ ആരും ആകാൻ സാധ്യതയില്ല. ഇപ്പോൾ തന്നെ കണ്ടോ, ഈ പുസ്തകവും ആ പുസ്തകവും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അപ്പം പിന്നീടാണ് മനസ്സിലായത് ഇത് മൊർദെഖായിയുടെ കാര്യമായിരുന്നു എന്ന്. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ രാജാവ് ചെയ്യാനായിട്ട് മറന്നുപോയി. അങ്ങനെ എഴുതിയിട്ട പുസ്തകത്തിൻ്റെ പേരാണ് ദിനവൃത്താന്തം. അപ്പോൾ ആ ദിനവൃത്താന്തം എന്ന് പറയുന്നത് രാജസദസ്സിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടിരിക്കുമെന്നുള്ളതാണ്. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, വേദപുസ്തകത്തിൽ വന്നിരിക്കുന്ന ഈ ദിനവൃത്താന്ത പുസ്തകങ്ങൾ, 1ഉം 2ഉം ദിനവൃത്താന്ത പുസ്തകം, ഇസ്രായേൽ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ട്? ഇസ്രായേലും യഹൂദയും കൂടെ ഭരിച്ച എത്ര രാജാക്കന്മാരുണ്ട്? ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാർ പല ഉത്തരങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റ് ഉത്തരം ഇതുവരെ കേട്ടില്ല. കേട്ടെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഏകീകൃത സാമ്രാജ്യം ഭരിച്ച 3 പേരുണ്ട്. പിന്നെ ഡിവൈഡഡ് ആയി കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ ഭരിച്ച 19 പേരുണ്ട്, യഹൂദയെ ഭരിച്ച 20 പേരുണ്ട്. അപ്പോൾ ഞാൻ കണക്ക് ചെയ്യിപ്പിക്കാം. 20ഉം 19ഉം കൂടെ കൂടിയപ്പം 39, പ്ലസ് 3യും കൂടെ കൂട്ടിയപ്പം 40. അപ്പോൾ ഇപ്പോൾ കണക്കൊത്തു. ഇപ്പോഴാണ് കൃത്യം കണക്കിലെത്തിയത്. 42 രാജാക്കന്മാർ. ഏകീകൃത സാമ്രാജ്യത്തെ ഭരിച്ചവർ 3 പേര്. പിന്നെ ഡിവൈഡഡ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ലിസ്റ്റൊക്കെ നമ്മളിവിടെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയാൽ ഒരു കോളത്തിൽ 19 പേരെയും മറ്റേ കോളത്തിൽ എത്ര പേരെയും കാണുന്നുണ്ട്? 20 പേരെയും കാണുന്നുണ്ട്. 300 കൊല്ലം 250 കൊല്ലം ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ 20ഉം 19ഉം കൂട്ടിയാൽ തന്നെ 39ആയി. പിന്നെ ഏകീകൃതമായിട്ടുള്ള രാജ്യം ഭരിച്ച ശൗൽ, ദാവീദ്, ശലോമോൻ, അവരെ 3 പേരെയും കൂടെ കൂട്ടുമ്പോൾ 42. ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ 42 രാജാക്കന്മാരും അവരുടെ സദസ്സിൽ എഴുതി വച്ചിരുന്ന നാൾ വഴി കണക്കുകളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതി വച്ചിരിക്കുന്നതാണോ നമ്മുടെ ദിനവൃത്താന്ത പുസ്തകം? എന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി? ക്രോണിക്കിൾ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ദിനവൃത്താന്തം എന്ന് പറഞ്ഞാൽ രാജസദസ്സിൽ ദിനം തോറും എഴുതി വെക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. പക്ഷെ അങ്ങനെ ഈ 42 രാജാക്കന്മാരും എഴുതി വെച്ച എല്ലാ വൃത്താന്തങ്ങളും ഈ പുസ്തകത്തിലുണ്ടോ? ഇല്ല എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഉറച്ച ഉത്തരവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതല്ല, ഇത് വേറൊരു അതുണ്ട്, പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തമാണ്. നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ട് പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, 1 ദിനവൃത്താന്തം 1ൻ്റെ 1 വായിച്ചാൽ ആദാം മതിയല്ലോ. 1 ദിനവൃത്താന്തം 1ൻ്റെ 1 എവിടെ തുടങ്ങുന്നത്? നമുക്ക് ആദാം ഒന്നും ഒരു വിഷയമല്ല. നമ്മളിപ്പോൾ രാജാക്കന്മാരിലാണ് നിൽക്കുന്നത്. അപ്പം ശൗൽ, ദാവീദ്, ശലോമോൻ എന്നായിരുന്നെങ്കിൽ അങ്ങനല്ല. അപ്പോൾ ഈ പുസ്തകം എവിടം വരെ പോയിട്ടുണ്ട്? ആദാം മുതൽ വരുന്നുണ്ട്. അത് തന്നെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് എവിടം വരെ പോകുന്നുണ്ട്? ആദാം മുതൽ എങ്ങോട്ടും എവിടം വരെ പോകുന്നുണ്ട്? 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ നെഹമ്യാവ് വരെ പോകുന്നുണ്ട്. എൻ്റെ നോട്ട് നിങ്ങളുടെ കാണുമല്ലോ. അപ്പോൾ ആദം ടു നെഹമ്യ 9ൻ്റെ 1. ഇസ്രായേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദയെയോ അവരുടെ അകൃത്യ നിമിത്തം ബദ്ധരായി പോയ കാലഘട്ടം വരെ, ആദാം മുതൽ, അപ്പോൾ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദി ചോസൺ റേസ്, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ചരിത്രം ആദാം മുതൽ നെഹമ്യാവ് വരെയുള്ളത് മുഴുവനും എവിടെയുണ്ട്? ദിനവൃത്താന്ത പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഈ 42 രാജാക്കന്മാർ അവരുടെ രാജസദസ്സിലിരുന്ന് എഴുതിയ കാര്യങ്ങൾ മാത്രമല്ല, ആദാം മുതലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഒരു പക്ഷേ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചതും പഠിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്തം എവിടെയുണ്ട്? ദിനവൃത്താന്തത്തിലുണ്ട്.
ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പഴയ നിയമ ചരിത്രം ആദാം മുതൽ നെഹമ്യാവ് വരെ അത്രയല്ലേ ഉള്ളൂ. അത് ഉറപ്പില്ല. പഴയ നിയമ ചരിത്രം ആദാം മുതൽ നെഹമ്യാവ് വരെയല്ലേ ഉള്ളൂ. സംശയം നിൽക്കുന്നപ്പോൾ അത് കഴിഞ്ഞൊരു എസ്തേറില്ല എന്നുള്ളതാണ്. ആ നെഹമ്യാവിനും എസ്രായിക്കും ഇടയ്ക്ക് വരുന്നതാണ് ആര്? എസ്തേർ. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചൊരു ലൊക്കേഷനെക്കുറിച്ച് ഒരു പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അല്ല ചരിത്രം കിടക്കുന്നു എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഓർത്തോണം. അല്ല, പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലോസ് ലേഖനങ്ങൾ എഴുതിയ ക്രമത്തിലാണോ ലേഖനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്? ഒരിക്കലും അല്ല. റോമാലേഖനം അല്ല ആദ്യം എഴുതിയത്. റോമ, കൊരിന്ത്യ, ഗലാത്യ അത് വേറൊരു ഉദ്ദേശത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തു വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകം കഴിഞ്ഞൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. എസ്തേർ അതിനിപ്പുറത്ത് വരേണ്ടതാണ്. കാരണം എസ്രായിക്കും നെഹമ്യാവിനും ഇടയ്ക്ക് സംഭവിച്ചൊരു കാര്യമാണ് എവിടെ പറഞ്ഞേക്കുന്നത്? എസ്തേറിൽ. അത് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പോൾ അത് പഠിക്കാൻ പോയാൽ ഇത് പഠിക്കാനൊക്കെയല്ല. അതുകൊണ്ട് ഈ നടന്ന ക്രമത്തിലല്ല പുസ്തകം. അപ്പോൾ അല്ല പിന്നെയും ചോദിക്കാം, ഇപ്പം നമ്മൾ വാസ്തവത്തിൽ ഇപ്പം എല്ലാ പ്രവാചകന്മാരെയും കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ രാജാക്കന്മാരെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ 16 പ്രവാചകന്മാരുടെയും കണക്കൊക്കെ ഒപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത് 11 പേര് യഹൂദയിലും ഇസ്രായേലിലും, 2 പേര് പ്രവാസകാലത്തും, അത് കഴിഞ്ഞിട്ട് 3 പേര് പ്രവാസത്തിന് ശേഷവും. 11ഉം 2ഉം 13ഉം 3ഉം 16. കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ്സിൽ ഒത്തിരി കണക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഈ കണക്കുകളെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ 16 പ്രവാചകന്മാരും എഴുതിയ പുസ്തകങ്ങൾ ഒന്നുപോലും നമ്മളിതുവരെ പഠിച്ചില്ല. അത് പഠിക്കാൻ മാറിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പുസ്തകങ്ങൾ എഴുതിയതും ചരിത്രത്തിൽ കാര്യങ്ങൾ നടന്നതും തമ്മിൽ, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അറിയുക. അതുകൊണ്ട് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ വാസ്തവത്തിൽ വരേണ്ടത് രാജസദസ്സിൽ നടന്ന കാര്യങ്ങളാണെങ്കിലും എവിടെ മുതലുള്ള കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു? ആദാം മുതലുള്ള കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു. എവിടം വരെ പോയിരിക്കുന്നു? നെഹമ്യാവ് വരെ. സോ ദ ഹോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഹിസ്റ്ററി എന്ന് മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഒരുപക്ഷെ നിങ്ങളെ ഒട്ടും ആകർഷിക്കാത്ത ഒരു പണി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകം എഴുതാൻ ഉപയോഗിച്ച മറ്റു പുസ്തകങ്ങളുടെ പേര് പഠിപ്പിക്കാൻ പോവുക. ചുമ്മാ ഒന്ന് വായിച്ച് കേട്ടാൽ മതി. താല്പര്യമുണ്ടെങ്കിൽ എഴുതിയെടുത്താൽ മതി. വായിക്കുന്ന ആൾ ഈ കാര്യങ്ങളൊന്ന് വായിച്ച് സഹകരിച്ചാൽ എല്ലാവർക്കും അത് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദിനവൃത്താന്ത പുസ്തകം ക്രോഡീകരിക്കുന്നതിനായിട്ട് മറ്റനേകം പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആദാമിൻ്റെ കാര്യം വരികയല്ലോ, ഇവിടെ നെഹമ്യാവിൻ്റെ കാര്യം വരികയല്ലോ. അപ്പോൾ ഈ പുസ്തകം എഴുതാനായിട്ട് ഈ രാജാവിൻ്റെ സദസ്സിലിരുന്ന ദിനവൃത്താന്തം കൂടാതെ മറ്റു പല പുസ്തകങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഉണ്ടോയെന്ന് നോക്കിയാലോ? ഉണ്ടാകണം. അപ്പോൾ നമുക്ക് നോക്കാം. 1 ദിനവൃത്താന്തം 27-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. 1 ദിനവൃത്താന്തം നമ്മൾ 1ഉം 2ഉം ദിനവൃത്താന്തത്തിൽ നിന്ന് മാത്രമാണ് വായിക്കുന്നത്. അതുകൊണ്ട് ആ പുസ്തകം നിങ്ങൾ എടുത്തു വെച്ചാൽ ഈ വാക്യങ്ങൾ കാണുന്നത് നന്നായിരിക്കും. 1st and 2nd Chronicles. 1st Chronicle 27-24. സെരൂയയുടെ മകനായ യോവാബ് എണ്ണുവാൻ തുടങ്ങിയെങ്കിലും അവൻ തീർത്തില്ല. അതുനിമിത്തം ഇസ്രായേലിൽ കോപം വന്നതുകൊണ്ട് ആ സംഖ്യ ദാവീദ് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. അപ്പോൾ ദാവീദ് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് ചേർത്തിട്ടില്ല, അത് ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറയാനിടയായത്. 29 and 30. 29-ാം അധ്യായത്തിൻ്റെ 29, 30 വാക്യങ്ങൾ. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങളും അവൻ്റെ രാജ്യഭാരം ഒക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമൂവേലിന്റെ വൃത്താന്ത പുസ്തകത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് നമ്മൾ ശമൂവേലിന്റെ പുസ്തകം പഠിച്ചപ്പം ഓതർ ആരായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ വാക്യം പരാമർശിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശമൂവേലിൻ്റെ വൃത്താന്ത പുസ്തകം, നാഥാൻ പ്രവാചകൻ്റെ പുസ്തകം, ദർശകനായ ഗാദിൻ്റെ വൃത്താന്തം. അപ്പോൾ ഇത് ഇങ്ങനെ ക്രോണിക്കിൾസ് പലതുണ്ട്. 2 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവാചകത്തിലും നെബോത്തിൻ്റെ മകനായ യെരോബിയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ. ഇതൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. മിക്കവാറും ഇസ്രായേലിലെ ഏതെങ്കിലും ലൈബ്രറി പോയാൽ നമുക്ക് ഈ പുസ്തകങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ല, നമുക്ക് പ്രസക്തവും അല്ലായിരിക്കും. പക്ഷേ ഈ പുസ്തകം എഴുതിയ ആൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ. നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തം, ശീലോന്യനായ അഹിയാവിൻ്റെ പ്രവാചകം, ഇദ്ദോ ദർശകൻ്റെ ദർശനങ്ങൾ, അതൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പുസ്തകത്തിൽ കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പുസ്തകം എഴുതാൻ ഈ പുസ്തകങ്ങളെല്ലാം കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യം? ഓക്കെ.
12-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. രഹബയാമിൻ്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ശെമ്മയ്യ പ്രവാചകന്റെയും ഇദ്ദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ശെമയ്യാവിൻ്റെ പ്രവചനം, ഇദ്ദോ ദർശകൻ്റെ വൃത്താന്തം, അങ്ങനെയും ഒരു പുസ്തകമുണ്ട്. 13-22, 13:22. അബിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ വൃത്താന്തം കൂടാതെ ചരിത്ര പുസ്തകമുണ്ട്. അപ്പോൾ ഇദ്ദോ പ്രവാചകൻ്റെ ചരിത്ര ഹിസ്റ്ററി റിട്ടൺ ബൈ ഇദ്ദോ. അപ്പോൾ അങ്ങനത്തെ പല പുസ്തകങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞത് ഈ വാക്യം നിങ്ങൾക്ക് പ്രസക്തമല്ലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പുസ്തകം ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ പുസ്തകങ്ങളുണ്ടെന്നുള്ളതൊന്ന് അറിയുന്നത് നല്ലതാണ്. ചരിത്ര പുസ്തകങ്ങളുണ്ടായിരുന്നു, ദിനവൃത്താന്ത പുസ്തകങ്ങളുണ്ടായിരുന്നു, ദർശനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വേണ്ട കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനൊരു പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. 20:34, ചാപ്റ്റർ 20 and 34, 2 Chronicles. യഹോശാഫാത്തിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യേഹുവിന്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു. യേഹുവിൻ്റെ വൃത്താന്തം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്. 24-27, 24, 27. അവന്റെ പുത്രന്മാരുടെയും അവന് വിരോധമായി പ്രവചന ബാഹുല്യത്തിന്റെയും ദേവാലയം അറ്റകുറ്റം തീർത്തതിന്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത പുസ്തകം കൂടാതെ രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. ഹിസ്റ്ററി ഓഫ് എവറി കിങ്, ഭരിച്ച ഓരോ രാജാക്കന്മാരുടെയും ചരിത്രം ആരൊക്കെയോ എഴുതിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുള്ള ഒരു രീതി പണ്ടും ഉണ്ടായിരുന്നു. അപ്പം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകമുണ്ട്. 26-22. ഉസ്സിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 32-32, 32-32. ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽപ്രവർത്തികളും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ. യെശയ്യാ പ്രവാചകന്റെ ദർശനം, രാജാക്കന്മാരുടെ പുസ്തകം, ഇതൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. 33-19, 33-19. അവന്റെ പ്രാർത്ഥനയും ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടതും അവൻ തന്നെത്താൻ താഴ്ത്തിയതിന് മുമ്പേയുള്ള അവന്റെ സകല പാപവും അകൃത്യവും അവൻ പൂജാഗിരികളെ പണിയുകയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദർശകന്മാരുടെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ രാജാക്കന്മാരുടെ വൃത്താന്തം കൂടാതെ ആരുടെ വൃത്താന്തമുണ്ട്? ദർശകന്മാരുടെ വൃത്താന്തം. മേ ബി ഡയറി കെപ്റ്റ് ബൈ ദം. അവരൊക്കെ ഡയറി കുറിപ്പുകൾ എഴുതി വെക്കുമായിരുന്നായിരിക്കും ചിലപ്പം. ദൈവം വെളിപ്പെടുത്തിയ പ്രവചനങ്ങളൊക്കെ ആരോട് പറഞ്ഞു, എന്ന് പറഞ്ഞു, അതെങ്ങനെ സംഭവിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രെയർ ഡയറി ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കണമെന്ന് എനിക്കൊരു തോന്നൽ. നമുക്കൊരു പ്രാർത്ഥനാ ഡയറി ഉണ്ടോ? പ്രാർത്ഥനാ ഡയറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളുടനെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളങ്ങനെ ഡയറിയിൽ നിന്നൊന്നും പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ ഹൃദയത്തിൽ നിന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി. ഉത്തരം കിട്ടിയാൽ പിന്നെ വിഷയം വെട്ടിക്കളയാം. അപ്പോൾ ചിലപ്പോൾ എന്നാ ഉത്തരം കിട്ടിയെന്നുള്ളതൊക്കെ ഒന്ന് കുറിച്ചിട്ടെന്നിരിക്കും. എന്തായിരുന്നു വിഷയം, അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പിൽക്കാലത്തൊരു രേഖയായിട്ടും കൂടി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം ഉത്തരം തരുമെന്നും എന്ന് പിൻതലമുറയ്ക്കും ഒക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ റെക്കോർഡുകളൊക്കെ പ്രവാചകന്മാർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, രാജാക്കന്മാർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ ചരിത്രം എഴുതി വെക്കുന്നുണ്ടായിരുന്നു, നാൾ വഴി എഴുതി വെക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മഥിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് കടഞ്ഞെടുത്തിട്ടായിരിക്കും എന്തുണ്ടായത്, 1-2 ദിനവൃത്താന്തം. അല്ലാതെ ദിനവൃത്താന്തം എന്ന് പറഞ്ഞ ഉടനെ ഇത് രാജാക്കന്മാരവിടെ എഴുതി വെച്ചിരുന്ന കുറേ കാര്യങ്ങളെടുത്ത് ഇതിനകത്ത് കയറ്റി അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പുസ്തകം എഴുതിയ ആൾക്ക് പ്രേരണ കൊടുത്തിട്ട് പല കാര്യങ്ങൾ ശോധന ചെയ്ത് അടുക്കോടും ചിട്ടയോടും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലോചന ക്രമീകരിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് 1-2 ദിനവൃത്താന്തം എന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലത്തെ വാക്യങ്ങൾ ധാരാളമുണ്ട്. അത് വായിക്കുമ്പോൾ വെറുതെ ബൈപ്പാസ് ചെയ്യാതെ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്, പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയത്തെ വായനയ്ക്കെങ്കിലും ഓർക്കും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ മെയിൻ മെസ്സേജിലേക്ക് പോകാം. ഈ പുസ്തകം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ദൈവ ആലയം, ദി ഹൗസ് ഓഫ് ദ ലോർഡ്. ഇറ്റ് ഡീൽസ് വിത്ത് ദി ഡീറ്റെയിൽസ് ഓഫ് ദി ടെമ്പിൾ. ദൈവാലയത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശമൂവേൽ പറഞ്ഞിട്ടില്ല, രാജാക്കന്മാർ പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. എന്താ നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമുക്ക് ദാവീദിൻ്റെ കഥ അറിയാം, ദേവാലയത്തിൻ്റെ കഥ അറിയാം, ശലോമോൻ്റെ കാര്യം അറിയാം. പക്ഷേ ഇത് ഏത് പുസ്തകത്തിൽ ആരെന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു വാക്യമുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഏത് പുസ്തകത്തിലാണെന്നും അറിയത്തില്ല, ഏത് അധ്യായത്തിലാണെന്നും
എനിക്ക് പലപ്പോഴും ഫോൺ കോൾസും കിട്ടാറുണ്ട്. വാക്യം കിട്ടി, പുസ്തകം അറിയാൻ മേല, വാക്യം ആത്മാവ് സംസാരിച്ചു, ഞായറാഴ്ച രാവിലെ സാറൊന്ന് വാക്യം പറഞ്ഞു തരണമെന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. ചിലപ്പോൾ സാക്ഷ്യം പറയാനോ ചിലപ്പോൾ മെസ്സേജ് പറയാനോ ഒക്കെ ആയിരിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ അടുക്കോടും ചിട്ടോടും അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ നമുക്ക് ദാവീദിൻ്റെ കഥ, ശമൂവേൽ എന്താ പറഞ്ഞത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എന്താ വന്നത്, അതുപോലെ തന്നെ ദിനവൃത്താന്തത്തിൽ എന്താ വന്നതെന്ന് ചോദിച്ചാൽ ഒരു അലൈൻമെൻറ്റോടുകൂടി നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ ഉണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവറൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ടെമ്പിൾ കംസ് ടു അസ് ഫ്രം ദിസ് ബുക്ക്. ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്നല്ല, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നല്ല. ഏത് പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്? ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ ആലയം ആര് എപ്പോൾ ഏത് രീതിയിൽ പണിതു എന്നുള്ളതാണ്. അതിനാര് സ്വരുക്കൂട്ടി, എന്തെല്ലാം സ്വരുക്കൂട്ടി, ഏത് സ്ഥലത്ത് പണിതു, ഏത് തരത്തിൽ പണിതു, ഇതിൻ്റെ ഡിസൈൻ എന്തായിരുന്നു, അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ രാജാക്കന്മാരുടെയും ശമൂവേലിൻ്റെയും പുസ്തകത്തിൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജാവ് എന്തൊക്കെ ചെയ്തു, എത്ര യുദ്ധങ്ങൾ ചെയ്തു, ഏതെല്ലാം രാജ്യങ്ങൾ പിടിച്ചടക്കി, ആരെ കല്യാണം കഴിച്ചു, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വിഷയം എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ദൈവാലയം എന്നുള്ളതാണ്. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം മുതൽ നമ്മൾ തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 11 അധ്യായത്തിൽ വാസ്തവത്തിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വംശാവലിയാണ്. ആദ്യത്തെ 9, 10, 11 അധ്യായത്തിൽ വംശാവലി. 9 അധ്യായത്തിൽ കൃത്യമായിട്ടും വംശാവലി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1 ദിനവൃത്താന്തം സമം 2 ശമൂവേൽ എന്ന് വേണമെങ്കിൽ പറയാം. 1 ദിനവൃത്താന്തം സമം 2 ശമൂവേൽ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? 2 ശമൂവേൽ സമം മിടുക്കരാ. 1 ദിനവൃത്താന്തം സമം 2 ശമൂവേൽ, 2 ശമൂവേൽ സമം ദി ഹിസ്റ്ററി ഓഫ് ദി റെയിൻ ഓഫ് ഡേവിഡ്. ദാവീദിൻ്റെ, അത് പഴയ പാഠം മറന്നുപോയി, ദാവീദിൻ്റെ വാഴ്ചയുടെ കാലഘട്ടം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. 2 ശമൂവേൽ, 1 ദിനവൃത്താന്തം, 1 ദിനവൃത്താന്തം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1 ദിനവൃത്താന്തത്തിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് 2 ശമൂവേലിലെ ഇതിവൃത്തമാണ്. എന്താണ് 2 ശമൂവേലിലെ ഇതിവൃത്തം? ദാവീദ് രാജാവിൻ്റെ വാഴ്ചയുടെ കാലഘട്ടം. അപ്പം ഇപ്പോൾ ഒരു ആശയം പിടികിട്ടി കാണും, എപ്പോഴാണ് ദേവാലയം പണിയാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചത്? ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത്. ദാവീദ് വാഴ്ച തുടങ്ങിയപ്പോഴാണ് ദാവീദിൻ്റെ മനസ്സിലൊരു ചിന്ത വരികയാണ്, എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം ഒരു തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു, ഞാനാണെങ്കിൽ ഒരു വലിയ കൊട്ടാരത്തിൽ അരമനയിൽ പാർക്കുന്നു. ഇതെങ്ങനെ ശരിയാകുന്നത്? ഞാനാണോ ദൈവമാണോ വലുത്? തീർച്ചയായിട്ടും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഒരാലയം പണിയണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. അദ്ദേഹം പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, കൊള്ളാം, നിൻ്റെ ആഗ്രഹം നല്ലതാണ്, പക്ഷെ പണിയേണ്ടവൻ നീയല്ല. ഇപ്പം നമുക്ക് കഥ ഓർമ്മ വരുന്നുണ്ട്. ഏത് പുസ്തകം എന്ന് ചോദിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2 ശമൂവേലിലെ വിഷയമാണ്. അപ്പം 2 ശമൂവേലിൽ ദാവീദ് ഭരണം തുടങ്ങിയപ്പോഴാണ് ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആദ്യത്തെ 9 അധ്യായത്തിൽ ആദാം മുതൽ നെഹമ്യാവ് വരെയുള്ള വംശാവലിയും, തുടർന്ന് 10-ാം അധ്യായത്തിലൊരു മുഖവരെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊണ്ടുവന്ന് 11-ാം അധ്യായം മുതൽ ദാവീദ് രാജാവ് വാഴ്ച തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് ഈ ആലയത്തിന് വേണ്ടി അദ്ദേഹം സ്വരുക്കൂട്ടിയത്, എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം തരത്തിൽ ഒരുക്കിയെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിനവൃത്താന്തം നമ്മൾ തുറന്ന് അതിലേക്ക് കയറുമ്പോൾ, അപ്പോൾ 1 ദിനവൃത്താന്തത്തിൽ എന്താ വിഷയം എന്ന് പിടികിട്ടിയല്ലോ. 1 ദിനവൃത്താന്തം സമം 2 ശമൂവേൽ, 2 ശമൂവേൽ സമം ദാവീദിൻ്റെ വാഴ്ചയുടെ കാലഘട്ടം. ഇനി 2 ദിനവൃത്താന്തത്തിലേക്ക് നമ്മളൊന്ന് കയറുകയാണ്. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ശലോമോൻ്റെ വാഴ്ചയുടെ കാലം. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി റെയിൻ ഓഫ് സോളമൻ ആൻഡ് ഹിസ് എഫേർട്സ് ടു ബിൽഡ് ദ ടെമ്പിൾ. കാരണം എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. ശലോമോനിൻ്റെ എന്തുമാത്രം ചെയ്താൽ മതി? ഇത് കൂട്ടിയാൽ മാത്രം മതി, ഒരുമിച്ച് ചേർത്താൽ മാത്രം മതി. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 2-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ എങ്ങനെയാണ് ശലോമോൻ ഈ ദേവാലയം നിർമ്മിച്ചത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 പുസ്തകങ്ങളും കൂടി നിങ്ങൾ ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജ്യങ്ങളുമുണ്ട്. ഏതായി 2 രാജ്യങ്ങൾ? ഇസ്രായേലും ഉണ്ട്. വെരി ഗുഡ്, അത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഇസ്രായേലും ഉണ്ട്, യഹൂദയുമുണ്ട്. അപ്പോൾ ദിനവൃത്താന്തത്തിലോ
ഒരാളെങ്കിലും പറയുന്നുണ്ട് ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. വൈ? ദിനവൃത്താന്തത്തിലെ വിഷയം എന്താണ്? അത് നമ്മൾ ടെമ്പിൾ പകുതി ഇസ്രായേലിലും പകുതി യഹൂദയിലും അങ്ങനെയാണ് പണിതത്? അല്ല. എല്ലാം പണിതത് യെരുശലേമിലാണ്. യെരുശലേം എന്ന് പറയുന്നത് യഹൂദയുടെ തലസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകത്തിൽ ഒരൊറ്റ സ്ഥലത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതേതാണ്? സോ ഇങ്ങനെയാണ് നിങ്ങൾ ഈ പുസ്തകം ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാരെക്കുറിച്ചും, 2 എന്ന് പറഞ്ഞാൽ 2 രാജ്യം ഭരിച്ച രാജാക്കന്മാരെക്കുറിച്ചും, 2 പേരും തമ്മിൽ തല്ലിയതിനെക്കുറിച്ചും, 2 പേര് ഇങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മുടെ തിങ്കിങ്ങിലുണ്ടാകണം. 2 പേരും നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആലയം പണിയാനായിട്ട് കുറേ തടിയും സ്വർണവും വെള്ളിയും ഒക്കെ ഉണ്ടാക്കി കാണും, അതെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ആലയം പണിയുടെ കാര്യം മാത്രം പറയുന്നത് കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ കാര്യം മാത്രമേ പരാമർശിക്കപ്പെടുന്നുള്ളൂ, യഹൂദ രാജ്യം. ഒരു സ്ഥലത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, യെരുശലേം. ഇത്രയൊക്കെ സ്പെസിഫിക് ആയിട്ട് ബൈബിൾ പഠിക്കണം. നമുക്ക് റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും, വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. സിയോൻ എന്നുള്ള പദം നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയാണ്. ഈ പുസ്തകത്തിലാണ് നമ്മൾ കൂടുതൽ സിയോൻ എന്നുള്ള പ്രയോഗം കാണുന്നത്. വിടുവിക്കുന്നവൻ എവിടുന്ന് വരും? സിയോൻ. നമ്മൾ നേരത്തെ അങ്ങനത്തെ പേരുകളൊന്നും വ്യാപകമായിട്ട് കണ്ടില്ല. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ഈ സിയോൻ എന്നുള്ള, അതായത് യഹൂദയും യെരുശലേമും സിയോൻ എന്നുള്ള പേരിൽ അറിയപ്പെടുവാനായിട്ട്, ദൈവം സ്നേഹിച്ച സിയോൻ എന്നുള്ള പേരിൽ, സയൺ എന്നുള്ള ആ പേരിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് ദ കിങ്ഡം ആൻഡ് ദ സിറ്റി വേർ ദ ടെമ്പിൾ വാസ് ബിൽറ്റ്. ദൈവാലയം പണിയപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ സിയോനിലാണ്. അപ്പം സിയോൻ എന്നുള്ളത് പിന്നീടൊരു വലിയ പ്രയോഗമാണ്. വിടുവിക്കുന്നവൻ എവിടെ നിന്ന് വരും? സിയോനിൽ നിന്ന് വരും. നമുക്കിപ്പോൾ എവിടെ നിന്ന് വന്നാലും പ്രശ്നമില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ പഠിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൃത്യതകളിൽ പോകേണ്ടത് ആവശ്യമാണ്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. എനിക്കൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് നമ്മൾ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്. ഈ ദേവാലയത്തിൻ്റെ ചരിത്രം മാത്രം പറയാനായിട്ട് 2 പുസ്തകങ്ങൾ നീക്കി വെക്കുവാൻ, ബൈബിളിൽ പുസ്തകം നീക്കി വയ്ക്കുവാൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടെമ്പിൾ? ഈ ആലയത്തിന് എന്താ ഇത്ര പ്രാധാന്യം? ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പിന്നെ ഈ ആലയത്തിൻ്റെ കാര്യം പറയാനായിട്ട് വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങൾ അങ്ങ് മാറ്റി വെക്കാൻ ദൈവം തുനിഞ്ഞതിൻ്റെ പിന്നിൽ എന്താണ്? എന്തെങ്കിലും കാര്യം ഉണ്ടാവണ്ടേ? ദർ മസ്റ്റ് ബി സംതിങ്. അതെന്താണെന്നും കൂടി നമ്മളൊന്ന് പ്രോബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 2 പുസ്തകങ്ങൾ ഈ ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് മാത്രം പറയാനായിട്ട് മാറ്റിവെക്കാൻ എന്താ കാരണം? 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ആ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അത് 2 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ആ 3 കാര്യങ്ങൾ ഞാൻ പറയാം. 2 ദിനവൃത്താന്തം 11-ാം അധ്യായത്തിൻ്റെ 13ഉം 16ഉം വായിച്ചാൽ മതി. പക്ഷെ 13 മുതൽ 16 വരെ 3 വാക്യമല്ലേ. എല്ലാ ഇസ്രായേലിലും ഉള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു. യൊരോബെയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളഞ്ഞു. താൻ ഉണ്ടാക്കിയ പൂജാഗിരികൾക്കും മ്ലേച്ഛ വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യെരുശലേമിലേക്കും വന്നു. അവരുടെ പിന്നാലെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും, ഇപ്പൊ വായിക്കുന്ന വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ യെരുശലേമിൽ വന്നു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ മനസ്സുവെച്ചവരും എന്ന് വേണമെങ്കിൽ ചേർക്കാം. അവരെവിടെ വന്നു? യെരുശലേമിലേക്ക് വന്നു. എനിവൺ ഹു വാണ്ടഡ് ടു സെർവ് ഗോഡ്. ഈ 2 രാജ്യങ്ങളുണ്ടായെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു പോയപ്പോൾ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിപ്പിച്ചു പോയപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ദാനിലും ബഥേലിലും ഒക്കെ വിഗ്രഹങ്ങളെ വെച്ചു കൊടുത്തത് എന്തിനായിരുന്നു? ദാനിലും ബഥേലിലും ഒക്കെ വിഗ്രഹങ്ങളെ വെച്ചതൊക്കെ ഓർമ്മയുണ്ടോ? എന്തിനാ വെച്ചു കൊടുത്തത്? ജനം യെരുശലേമിൽ പോയി യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാതിരിക്കേണ്ടതിന്. ജനം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ കൂറ് രഹബയാമിനോടായി പോകും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതാ നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം എന്നൊക്കെ പറഞ്ഞ 2 കാളക്കുട്ടിയെ ഇവിടെ വെച്ച് കൊടുത്തു. ഒന്നിനെ ദാനിലും, എന്നിട്ട് ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ ആക്കി കൊടുത്തു കാണും. അതിൽ കുറേ പേരൊക്കെ വീണ് കാണും. ബട്ട് ഡു യു തിങ്ക് ദാറ്റ് ഓൾ ദ ജ്യൂസ് ഫോളോഡ് ഇറ്റ്? എല്ലാ യഹൂദന്മാരും ചെന്ന് ഈ കാളക്കുട്ടിയെ നമസ്കരിക്കുകയും ലേവ്യരല്ലാത്ത പുരോഹിതന്മാർ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അതിൻ്റെ കൂട്ടത്തിൽ കൂടുകയും ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ആരാണ് അത് വേണ്ടെന്ന് വെച്ച ആളുകൾ?
ദോസ് പീപ്പിൾ, ഇപ്പം നമ്മൾ വായിച്ചതുപോലെ ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചവരും, ദൈവമായ യഹോവയെ അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ യെരൂശലേമിൽ വന്നു. അപ്പം യാഗം കഴിക്കാൻ തീരുമാനിച്ചവരും, കാരണം ദൈവം പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, സീ നോട്ട്സ് ഫോർ സെക്കൻഡ് കിങ്സ് ആൻഡ് ഫസ്റ്റ് കിങ്സ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിടത്തെല്ലാം കൊണ്ടുപോയി യാഗം കഴിക്കരുത്, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ യാഗം കഴിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അങ്ങനെ ഒരു കൽപ്പന നിൽക്കുന്നു ഉള്ളതുകൊണ്ട് രാജ്യം എങ്ങനെ വിഭജിക്കപ്പെട്ടാലും ഭരണം എങ്ങനെ മാറിയാലും എനിക്കെൻ്റെ ദൈവത്തെ വിളിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ എവിടെ പോകും? യെരൂശലേമിലേക്ക് പോകും. ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചവരും, ദോസ് പീപ്പിൾ ഹു വാണ്ടഡ് ടു സീക്ക് ദ ലോർഡ് ആൻഡ് ദോസ് പീപ്പിൾ ഹു വാണ്ടഡ് ടു offer some offerings for the Lord, all of them went into Jerusalem because there is the temple. അവിടെയാണ് ആലയമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൽ നിന്നും യഹൂദയിൽ നിന്നും ഈ ഒരു ചോദ്യം അവരുടെ മനസ്സിലില്ല, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നു. അങ്ങനൊരു ചോദ്യം യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ മനസ്സിലില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ഞങ്ങൾ ആ പള്ളിയിൽ പോകുന്നു, നിങ്ങൾ ഈ പള്ളിയിൽ പോകുന്നു, ഏത് പള്ളിയാണ് ശരി? ഒരു പള്ളി ശരിയല്ല. നിങ്ങൾ ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും ആരാധിക്കുന്നു. അത് പള്ളിയിലും മലയിലും ഒന്നുമല്ല, അത് ആത്മാവിലാണ് ആരാധിക്കുന്നത്. അപ്പം പിന്നെ ഈ ആലയത്തിലേക്ക് എന്തിനാ പോയെന്ന് ചോദിച്ചാൽ, അത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. എ പ്ലേസ് പോയിൻറ്റ്സ് ടു എ പേഴ്സൺ. ഒരു സ്ഥലം സൂചിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പിൽക്കാലത്ത് ദൈവം ഒരാളെ ഇങ്ങനെ കാണിക്കാൻ പോകുന്നുണ്ട്. അതാണ് കർത്താവായ യേശു. ഓരോരുത്തർക്ക് തോന്നിയ രീതിയിൽ തോന്നിയ വഴിക്കൊന്നും ദൈവത്തെ ആരാധിക്കാൻ ഒക്കുകയല്ല. ആരാധിക്കുകയാണെങ്കിൽ ആരാധ്യനായ, നീ മാത്രം യോഗ്യൻ, ഉന്നതനായിരിക്കുന്ന ദൈവത്തെ, വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തെ തന്നെ നമ്മൾ ആരാധിക്കണം. നിനക്ക് തോന്നിയിടത്തെല്ലാം തോന്നിയ രീതിയിലെല്ലാം യാഗം കഴിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞ രീതിയിൽ ആരാധനയ്ക്ക് ചട്ടങ്ങളുണ്ട്, ആരാധനയ്ക്ക് പ്രമാണങ്ങളുണ്ട്. പ്രമാണബന്ധിതമായി ആരാധിക്കേണ്ടവനെ ആരാധിക്കണം. ഇസ്ന്റ്? അപ്പോൾ അത് ഇവർക്കറിയാം. അത് പഠിപ്പിക്കാനാണ് ഇവരെ ദൈവം തിരഞ്ഞെടുത്തത് തന്നെ. എന്തിനാ ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തത്? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. അപ്പോൾ സൗകര്യം പോലെ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങൾ രാജാക്കന്മാർക്ക് കീഴ്പ്പെടണം. ഇപ്പം രാജാക്കന്മാർ പറഞ്ഞേക്കുന്നത് ദാനിൽ ആരാധിക്കാനാണ്. വേറെ കുറേ പേരോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ദാൻ വരെ പോകണ്ട, ബഥേലിൽ ആരാധിക്കാനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാണ്? നമുക്ക് ഇവിടെ അങ്ങ് ആരാധിച്ച് കളയാം എന്ന് തീരുമാനിക്കുന്നതാണോ ശരി? അല്ല. അപ്പോൾ വിലക്കുകളും നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒന്നും പുത്തരിയല്ല. ഇതൊക്കെ പണ്ടുകാലം മുതലേ ഉള്ളതാണ്. എന്നാൽ ആരാധിക്കേണ്ടുന്നവൻ ആരാധിക്കേണ്ടിടത്ത് ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കേണ്ടവനെ ആരാധിക്കും. അതിന് യഹൂദന്മാർ മനസ്സ് വെക്കുന്നതിൻ്റെ ചിത്രമാണ് ഈ പുസ്തകത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഈ ആലയം ഇത്ര പ്രധാനപ്പെട്ടതാകുവാൻ 3 കാരണങ്ങളുണ്ട്. ഈ വാക്യം വായിച്ചിട്ട് പറയാം എന്നല്ലേ പറഞ്ഞത്? അത് ഓർക്കുന്നുണ്ടോ? അതോ ഇപ്പോൾ മറന്നുപോയോ? നമ്പർ 1, the temple, the house of the Lord is the symbol of the unity of both the nations. ഈ 2 രാജ്യങ്ങളുടെയും ഐക്യത, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ആ പള്ളിയാണോ ഈ പള്ളിയാണോ എന്ന് ചോദിച്ചാൽ, ആരാധിക്കുന്നത് ഏത് പള്ളിയിലാണെങ്കിലും ആരെയാ? എനിക്ക് സംശയമുണ്ട്. ദൈവത്തെ ആണെങ്കിലും ഓക്കെ, ആരും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ആരാധിക്കുന്നത് ആരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ, സൃഷ്ടിതാവായ ദൈവത്തെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പാസ്റ്ററെയാണ് ആരാധിക്കുന്നതെങ്കിൽ കുഴപ്പമാണ്. നിങ്ങൾ സഭയാണ് ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഉപദേശത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ? ചില ആളുകൾ ആരാധിക്കുന്നത് അവരുടെ ഉപദേശത്തെയാണ്, ചില ആളുകൾ ആരാധിക്കുന്നത് അവരുടെ പാസ്റ്റർ വരുമ്പം തന്നെ 1000 പേർ അദ്ദേഹത്തിൻ്റെ കൂടെ കാണും. കാരണം അവരുടെ പാസ്റ്റർ അത്രയ്ക്ക് ആരാധ്യനാണ്, അനിഷേധ്യനാണ്. ചിലരെ കർത്താവിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം പാസ്റ്ററെ ആരാധിക്കുന്നവരുണ്ട്, കെട്ടിടങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. നമ്മുടെ കൂട്ടത്തിലേ പറയുന്നത്, ഞങ്ങളുടെ പള്ളി കണ്ടിട്ടെങ്കിലും പെന്തക്കോസുകാരൊന്നും മോശമല്ല, ഇങ്ങനെയും പള്ളി പണിയാൻ പെന്തക്കോസുകാർക്ക് സാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആരെ ആരാധിക്കുന്നത്? ഞാൻ ഇത്രയൊക്കെ തെളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു വിഷമം ഉണ്ടാകുന്നില്ല. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ദ ചർച്ച്, ഇറ്റ്സ് നോട്ട് ദ ബിൽഡിംഗ്, ഇറ്റ്സ് നോട്ട് ദ പാസ്റ്റർ, ഇറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആരാധ്യൻ, ആരാധന സ്വീകരിക്കുവാൻ യോഗ്യൻ. സ്വർഗത്തിൽ നമ്മൾ കേൾക്കുന്നത് നീ യോഗ്യൻ. വർഷിപ്പ് കംസ് ഫ്രം വർഷിപ്പ് എന്ന് ഞാൻ പറയും. യോഗ്യതയിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്. ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ ആര്? നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു,
നിന്റെ രക്തം കൊണ്ട് നീ പാസ്റ്ററാണോ നിങ്ങളെ രക്ഷിച്ചത്? ഈ കെട്ടിടമാണോ നിങ്ങളെ രക്ഷിച്ചത്? ഉപദേശമാണോ നിങ്ങളെ രക്ഷിച്ചത്? പറയൂ. അല്ല, പിന്നെന്താ? ആരാ രക്ഷിച്ചത്? അങ്ങനെയാണെങ്കിൽ ആരെ ആരാധിക്കണം? അതുകൊണ്ട് നമ്മളുടെ ആരാധന, അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഈ മലയുമല്ല ആ മലയുമല്ല, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരാധിക്കുന്ന ആളുകൾക്ക് അവിടെ ഇവിടെ ആയി പോയതുകൊണ്ട് ഒരു വിഷമമില്ല. ദേ ഹാവ് എ യൂണിറ്റി. ദേ ഹാവ് എ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ എല്ലാം ഒരു സഭയിൽ ആരാധിക്കുന്നവരല്ലല്ലോ. പക്ഷെ നമുക്കൊരു എന്തോ ഒരു ഹൃദയക്കും തോന്നുന്നുണ്ടോ? എന്തായിരിക്കും തോന്നുന്നത്? നമ്മളെല്ലാവരും ആരാധിക്കുന്ന ആരാധ്യനായ യേശുവിനെയാണ്. ക്ലാസ് എടുക്കുന്ന ആളെയല്ല, ക്ലാസ് പഠിക്കുന്ന ആളെയല്ല, അല്ലെങ്കിൽ കെട്ടിടത്തെ അല്ല, ഉപദേശത്തെ അല്ല, നമ്മൾ ആരാധിക്കുന്നത് യേശുവിനെയാണ്. അപ്പം ഈ യഹൂദന്മാരെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഇസ്രായേലിലാണ് താമസിക്കുന്നതെങ്കിലും, അവർ യഹൂദയിലാണ് താമസിക്കുന്നതെങ്കിലും, വിദേശത്താണ് താമസിക്കുന്നതെങ്കിലും അവരുടെ ഐക്യത തെളിഞ്ഞു വരുന്നത് അവർ ആലയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോഴാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഉപദേശം വ്യത്യസ്തമായിരിക്കാം, പള്ളികൾ വ്യത്യസ്തമായിട്ടായിരിക്കാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പറ്റിയെങ്കിൽ നമ്മളുടെ കർത്താവ് ആരാണ്? നമ്മുടെ പുസ്തകം എന്താണ്? നമ്മളെവിടെ പോകാനിരിക്കുന്നവരാണ്? ഒരു ചോദ്യത്തിനും ആരും ഉത്തരം പറഞ്ഞില്ല. നമ്മുടെ കർത്താവ് ആരാണ്? യേശുവാണ്. നമ്മുടെ പുസ്തകം ഏതാണ്? വേദപുസ്തകമാണ്. നമ്മളെല്ലാം എവിടെ പോകാനിരിക്കുന്നവരാണ്? പക്ഷെ ഒരുത്തനെ കാണാൻ മേല. അതാണ് നമ്മുടെ വലിയ പ്രശ്നം. അപ്പോൾ അതൊന്നും മാറിയിട്ട് ദർ ഈസ് എ യൂണിറ്റി, ദർ ഈസ് എൻ ഇന്നർ യൂണിറ്റി. അല്ല, ഇപ്പം ഞാനിടയ്ക്ക് ഞങ്ങളുടെ സഭയെ ചോദിക്കാറുണ്ട്, ഇവിടെ വേണേൽ ചോദിക്കാം, ആലുവയിലുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ സഭയിൽ വരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. ദൈവം അതങ്ങ് അനുവദിച്ചെന്നും വിചാരിക്കുക. ഇവിടെ ആകപ്പാടെ ഒരു 150 പേർക്ക് പോലും ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയാൻ ദൈവം സാറിന് വിശ്വാസമില്ല, ദൈവം ഇത് പൊളിച്ച് വലിയത് പണിത് തരാൻ, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്ന് 10,000 പേരിരുന്ന് ആരാധിച്ചാലും ചിലപ്പോൾ ആരാധനയുടെ സുഖവും ഐക്യതയും ഒക്കെ ഉണ്ടാകാത്തപ്പം ചിലപ്പോൾ നമ്മൾ അതിനെ ചെറുതായിട്ടൊക്കെ മാറ്റേണ്ടി വരും. പക്ഷേ രണ്ടായിട്ട് മാറിയതുകൊണ്ട് രണ്ടും കൂടി തമ്മിൽ തല്ലണമെന്നുണ്ടോ? കോമ്പറ്റീഷൻ വേണോ? വേണ്ട. കാരണം ഈ യേശുക്രിസ്തു എന്ന് പറയുന്ന ഘടകം നമ്മളെ ഏകീഭവിപ്പിക്കുന്ന ഒരു സംഭവമാണ്, അല്ലേ? യേശുക്രിസ്തുവാണ് നമ്മളുടെ കോമൺ ഫാക്ടർ. നമ്മളെല്ലാവരും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്താ? യേശുവാണ്. കോമൺ ഫാക്ടർ എന്താണ്? ബൈബിളാണ്. കോമൺ ഫാക്ടർ എന്താ? നമ്മളെല്ലാം സ്വർഗത്തിൽ നിത്യതയിലേക്ക് പോകാനിരിക്കുന്ന അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കും. കഴിഞ്ഞ ആഴ്ച ബിരിയാണി ആയിരുന്നു, ഈ ആഴ്ച ചോറായിരുന്നു, അടുത്ത ആഴ്ച കഞ്ഞിയായിരിക്കും. പക്ഷേ എല്ലാം ഭക്ഷണമായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ചില പള്ളി കഞ്ഞിയേ കിട്ടുകയുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? ചിലയിടത്ത് ബിരിയാണി കിട്ടും, ചിലത്ത് ഫ്രൈഡ് റൈസ് ആയിരിക്കും, ചിലത്ത് നെയ്ച്ചോറായിരിക്കും. അത് കഴിച്ചോണം, കഴിക്കാതിരിക്കരുത്, പട്ടിണി കിടക്കരുത്. എന്നിട്ട് ഈ ഐക്യതയിലും സ്നേഹത്തിലും ദൈവത്തെ ആരാധിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. സോ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ടെമ്പിൾ ഈസ് ദി സിംബൽ ഓഫ് യൂണിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. 2 പേർ ഐകമത്യപ്പെട്ട് അപേക്ഷിക്കുന്ന അത് ഇസ്രായേലിലും യഹൂദനും ആയിക്കോട്ടെ, 2 രാജ്യമായ കാര്യമൊക്കെ ഇപ്പോൾ നിങ്ങൾ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പള്ളികളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക, ഞാൻ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട്. നമുക്ക് തിരിച്ച് യെരുശലേമിലേക്ക് പോയാലോ? യെരുശലേമിലേക്ക് പോയാൽ അവിടെ ഇസ്രായേലിലും ഉണ്ട്, യഹൂദക്കാരും ഉണ്ട്. പക്ഷെ ആലയത്തിൽ വരുമ്പം വെരി ഗുഡ്, അങ്ങനെ ഇരുന്നാൽ മതി. അപ്പം നമ്മൾ എറണാകുളംകാരനുമുണ്ട്, ആലുവക്കാരനുമുണ്ട്, അങ്കമാലിക്കാരനുമുണ്ട്. അങ്കമാലിയിൽ ഒരു സഭയിലാണ് പോകുന്നത്, എറണാകുളത്ത് ഒരു സഭയിലാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണോ? ഒന്നാണെങ്കിൽ സ്തോത്രം കേട്ടോ. അപ്പോൾ ആ ഒരു യൂണിറ്റിയുടെ സിമ്പലാണ് ഈ ആലയം. നമ്പർ 1. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ആലയം കാണുമ്പോഴാണ് യഹൂദന്മാരുടെ മനസ്സിലേക്ക് ഒരു കാര്യം വരുന്നത്. എന്താണ് ആ കാര്യം വരുന്നറിയാമോ? ഇറ്റ് ഈസ് ദി റിമൈൻഡർ ഓഫ് ദെയർ ഹൈ കോളിംഗ്. ദൈവം ഒരു ഉന്നത വിളി കൊണ്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളാരും ഈ ആലയത്തിൽ വന്ന് ഈ ദൈവത്തെ ഒന്നും ആരാധിക്കുവാനായിട്ട് യോഗ്യതയുള്ളവരായിരുന്നില്ല. ഞങ്ങൾ അന്യരും പരദേശികളും വെളിമ്പറമ്പിൽ എറിയപ്പെട്ടവരും നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും ഒക്കെ കിടന്നവരായിരുന്നു. അല്ലാതെ ഞങ്ങളുടെ കുലമഹിമ കൊണ്ടോ ഞങ്ങളുടെ മേന്മ കൊണ്ടോ ഒന്നും ദൈവം ഞങ്ങളെ വിളിച്ചതല്ല. എന്നാൽ ദൈവം ഒരു ഉന്നത വിളി കൊണ്ട്, ഒരു പരമ വിളി കൊണ്ട്, ഒരു വിശുദ്ധ വിളി കൊണ്ട് എന്നെ വിളിച്ചു. അത് മാത്രമാണ് എനിക്ക് ആകെപ്പാടെ പറയാനായിട്ടുള്ളത്. അവൻ എന്നെ മുന്നറിഞ്ഞു, അവൻ എന്നെ വിളിച്ചു, അവൻ എന്നെ വേർതിരിച്ചു, അവൻ എന്നെ വിശുദ്ധീകരിച്ചു, അവൻ്റേതാക്കി. അപ്പം ആ ഹൈ കോളിംഗ് ഇസ്രായേൽ മക്കൾ എപ്പോഴും ഓർക്കും. എന്തോർക്കും? ഞങ്ങളെ ഒരു ദൈവം വിളിച്ചതാണ്. സിൻഡിറ്റ്, ഞങ്ങളിപ്പോൾ യെരുശലേമിലാണ് താമസിക്കുന്നതെങ്കിലും ഇസ്രായേലിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾ പ്രവാസികളാണെങ്കിലും ഞങ്ങൾ അടിമത്തത്തിൽ പോയിട്ടുണ്ടെങ്കിലും മടങ്ങി വന്നിട്ടുണ്ടെങ്കിലും ഒരു യഹൂദൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യം അറിയാം. എന്തറിയാം? ദൈവം
അവരെ വിളിച്ചതാണ്, ദൈവം അവരെ തിരഞ്ഞെടുത്തതാണ്, അവരൊരു ശ്രേഷ്ഠ ജാതിയാണ്. അവരുടെ കയ്യിലാണ് ദൈവം പ്രമാണങ്ങളൊക്കെ കൊടുത്തത്, അല്ലേ? ഈ ന്യായപ്രമാണമൊക്കെ ദൈവം അവർ വഴിയാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. അതൊക്കെ നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതരിക്കാൻ വേണ്ടിയാണ് ആരെ തിരഞ്ഞെടുത്തത്? ഇസ്രായേലിനെ. അല്ലാതെ ഇസ്രായേലിനെ മാത്രം രക്ഷിക്കാനായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളൊക്കെ പോകാനല്ലോ. അതുകൊണ്ട് ദൈവം തന്നെ ഒരു പണി ചെയ്തു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടിരുന്നെങ്കിൽ നമുക്കിന്ന് ബൈബിൾ ക്ലാസ് നടത്തേണ്ടി വരികയായിരുന്നു. എന്നാൽ അവർ കൈക്കൊള്ളാതിരുന്നത് കൊണ്ട് ദൈവം, എന്നാൽ അവരെ ദൈവം തള്ളിക്കളഞ്ഞുവോ? അതാണ് നമ്മളിപ്പം റോമാലേഖനം 11 നിന്ന് വായിച്ചത്. ഇല്ല, ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ ദൈവത്തിൻ്റെ പദ്ധതികളെ ഇതെഴുതിയപ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഇന്ന് 2 പ്രാവശ്യം നമ്മളിപ്പോൾ അത് പറഞ്ഞു കാണും രാവിലെയും. അപ്പം എപ്പോൾ നോക്കിയാലും ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും അത്ര അപ്രമേയമാണ്. യഹൂദന്മാരെക്കുറിച്ചും നമ്മളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ അഗോചരമായ പദ്ധതികൾ ധ്യാനിച്ചുകൊണ്ടാണ് ഈ അധ്യായങ്ങളിൽ തന്നെ റോമാലേഖനത്തിൻ്റെ 11, 12, 10, 11 അധ്യായങ്ങൾ വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴം പൗലോസ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഉന്നത വിളി കൊണ്ട് വിളിച്ചു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആലയമാണ്. അപ്പോൾ ആലയം ഒന്നാമത് നമ്മളെ ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നു, ഐക്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. 2, ഈ ആലയം നമ്മുടെ വിളിയെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. നമ്മളെപ്പോഴാണ് ഈ കോമ്പറ്റീഷനിലേക്കും വൈരാഗ്യത്തിലേക്കും ഒക്കെ മാറുന്നത്? നമ്മുടെ വിളിയെ മറക്കുമ്പോഴാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. പൗലോസ് ഓർമ്മിപ്പിച്ചില്ലേ? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലുക്ക് അറ്റ് യുവർ കോൾ. ദൈവം നമ്മളെ എങ്ങനെയാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, അതേക്കുറിച്ച് നമുക്കൊരു ഓർമ്മ വേണം. അത് മറന്നു പോകുമ്പോഴാണ്. അതുകൊണ്ട് ഈ ആലയം കാണുമ്പോൾ അവർക്ക് അവരുടെ വിളിയെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാകും. അവരുടെ ഐക്യത എങ്ങനെ അവർ നിലനിർത്തണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു ഓർമ്മയുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് മൂന്നാമതായിട്ടുണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ സൈൻ ദാറ്റ് യഹോവ വാസ് സ്റ്റിൽ വിത്ത് ഹിസ് ചോസൺ പീപ്പിൾ. അവരിപ്പോൾ അല്പമൊക്കെ കുഴപ്പത്തിലൊക്കെ ആയി പോയെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആലയം ദൈവം, മൂന്നാമത്തെ കാര്യം, ദൈവം അവരുടെ കൂടെ ഉണ്ട്. അവർക്ക് ചില വീഴ്ചയൊക്കെ പറ്റിയെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം ഈ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, നീ ഇങ്ങനെ ആലയമൊക്കെ പ്രതിഷ്ഠിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എൻ്റെ നോട്ടവും ഒക്കെ എപ്പോഴും ഈ ആലയത്തിൻ്റെ മേൽ ഉണ്ടാകും. ഇവിടെ വന്ന് ആരെങ്കിലും എൻ്റെ നാമത്തെ വിളിക്കുകയാണെങ്കിൽ, ഏത് ജാതിക്കാരനെന്ന് പറഞ്ഞു, യഹൂദൻ എന്നല്ല പറഞ്ഞത്, ഏത് ജാതിക്കാരനായ ഒരുത്തനും ഇവിടെ വന്ന്, അപ്പോൾ നമ്മൾ വിചാരിച്ചേക്കുന്നത് അങ്ങനെ ഓരോ പള്ളികളിൽ ദൈവം ഇരിക്കുകയാണെന്നാണ്. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. യഥാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, ഐക്യതയിലും ഉന്നത വിളിയുടെ അടിസ്ഥാനത്തിലും ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ അടുക്കൽ ഒരുത്തൻ വന്ന് ദൈവത്തെ വിളിച്ചാൽ ദൈവം അവിടെ വീണ്ടും അവൻ്റെ കൂടെ തൻ്റെ സാന്നിധ്യം അല്ല, അങ്ങനെ കടന്നു വരുന്നവർ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വാസ്തവമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കവിണ്ണു വീണ് നമസ്കരിച്ച് അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. അപ്പോൾ അങ്ങനെയൊക്കെ വെളിപ്പെട്ടൊക്കെ വരുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ ഒന്നുകൂടെ പരിശോധിക്കണം. അവിടെ എന്തെങ്കിലും ആരാധന നടക്കുന്നുണ്ടോ, അതോ ഇത് വെറും ചടങ്ങാണോ എന്നൊക്കെ ഉള്ളത് കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആലയം പ്രതിനിധാനം ചെയ്യുന്നത്? 1, യൂണിറ്റി. 2, ഹൈ കോളിംഗ്. 3, ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഒരാലയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം അതാണ്, ദൈവ സാന്നിധ്യം. നമ്മൾ വെറുതെ ആണെങ്കിൽ പോലും ഒരു പള്ളിയിൽ കയറി ആളുകൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പം അവർ പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ യെരുശലേം ദേവാലയം കാണുമ്പോൾ യഹൂദന്മാരുടെ മനസ്സിലേക്ക് വരുന്ന വികാരങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഒന്ന്, അവർക്ക് അല്പസ്വല്പം വഴക്കും പ്രയാസങ്ങളും വിഭിന്നതകളും ഒരു സാമ്രാജ്യ വിഭജനവും ഒക്കെ നടന്നെങ്കിലും ഈ ആലയത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം ഒന്നാണ്. 2, അവരെ എവിടുന്ന് വന്നതാണെങ്കിലും പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരികയാണ്, ഞങ്ങളെല്ലാം വിളിച്ചത് ഉന്നതനായ ഒരു ദൈവം ഒരു ഉന്നത വിളി കൊണ്ട് വിളിച്ചതാണ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി വിളിച്ച, പിന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാം. 3, അവൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ദീസ് 3 തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സഭ ഏതാണെങ്കിലും, ഉപദേശം ഏതാണെങ്കിലും, എങ്ങനെ നടക്കുന്നവനാണെങ്കിലും, നമ്മൾ കർത്താവിൻ്റെ ആളുകളാണെങ്കിൽ നമുക്കെന്ത് വേണം? എനിക്കൊരു ഒരു പൂർണ്ണ അഭിപ്രായം നിങ്ങൾക്ക് ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. എന്ത് വേണം? ഒരൈക്യത വേണം. പിന്നെ എന്നെയും അവനെയും ദൈവം വിളിച്ചതാണെന്നൊരു ബോധം വേണം. പിന്നെ അങ്ങനെയുള്ളവരുടെ കൂടെ ദൈവം, അതല്ലേ കർത്താവ് പറഞ്ഞത്, 2 3 പേർ എൻ്റെ നാമത്തിൽ ഐക്യതയോടെ കൂടി വരുന്നതിൻ്റെ നടുവിൽ ഞാനുണ്ട്. ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ വിളി, ഐക്യത, ഇത് 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ യഹൂദന്മാരെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആലയം ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, ആലയം വേണ്ട വലിയ കാര്യമായിട്ടല്ല. ദൈവം പറഞ്ഞല്ലോ, ഇതെത്ര മനോഹരമായിരുന്നാലും
എനിക്കതൊന്നും ഒരു കാര്യമല്ല, ഞാൻ ആലയത്തിൽ വസിക്കുന്നവനുമല്ല, ഇത് ഞാൻ ഇടിച്ച് കളയുകയും ചെയ്തല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബാബേൽ രാജാവ് വന്ന് ആലയവും അതിൻ്റെ ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും, അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണും കാതും ഒന്നും അവിടെ ഇല്ലായിരുന്നോ? പിന്നെ കണ്ണും കാതും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ ദൈവം തന്നെ അനുവദിച്ചതാണ് ഇടിച്ചോളാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടം അതിൽ തന്നെ ഒന്നും പ്രസക്തമല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? പാസ്റ്റർ അതിൽ തന്നെ മഹത്വമുള്ളവനല്ല, അല്ലെങ്കിൽ ഉപദേശം അതിൽ തന്നെ മഹത്വമുള്ളതല്ല. ഈ 3 കാര്യങ്ങളാണ് പെർപ്പച്വേറ്റഡ് ആകേണ്ടത്. ഐക്യത, നമ്മുടെ വിളി, ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം. ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ചർച്ചയല്ല. ഉന്നതമായിട്ടൊരു വിളി കൊണ്ട് ദൈവം വിളിച്ചതല്ലെങ്കിൽ ചുമ്മാതെ തന്നെ വന്ന് കയറിയതാണെങ്കിൽ ഒരു കാര്യമില്ല. വന്നിരിക്കുന്നവർ ഐക്യതയുള്ളവരല്ലെങ്കിൽ ഒരർത്ഥവുമില്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ആ കാര്യമാണ് ഈ ആലയം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2 പുസ്തകങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ മാറ്റി വച്ചിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ അടുത്തൊരു എക്സസൈസിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എ കമ്പാരിറ്റീവ് സ്റ്റഡി ബിറ്റ്വീൻ ശാമുവേൽ ആൻഡ് കിങ്സ് ഓൺ ദ വൺ ഹാൻഡ്, ക്രോണിക്കിൾസ് ഓൺ ദി അതർ ഹാൻഡ്. അതായത് 2 കോളം വരയ്ക്കുകയാണെങ്കിൽ ഒരു കോളത്തിൽ നിങ്ങൾ ശാമുവേലിൻ്റെ പുസ്തകവും രാജാക്കന്മാരുടെ പുസ്തകവും വെക്കുക, മറ്റേ കോളത്തിൽ ദിനവൃത്താന്ത പുസ്തകം വെക്കുക. എന്നിട്ട് ചില കമ്പാരിസൺസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഈ 2 പുസ്തകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കുമ്പോൾ, രാജാക്കന്മാരുടെയും ശാമുവേലിൻ്റെയും പുസ്തകം മോർ ബയോഗ്രഫിക്കൽ, കൂടുതൽ അവിടെ ജീവചരിത്രമാണ് നിങ്ങൾ കാണുന്നത്. ദാവീദിനെ കാണുന്നു, ശലോമോനെ കാണുന്നു, യൊരോബയാമിനെ കാണുന്നു, ഏലിയാവിനെ കാണുന്നു, ഏലീശയെ കാണുന്നു. എല്ലാം കാണുന്നത് എങ്ങനെയാണ്? ജീവചരിത്രപരം, ബയോഗ്രഫിക്കലാണ്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കൂടുതൽ ബയോഗ്രഫി അല്ല കാണുന്നത്. ഇറ്റ് ഈസ് മോർ സ്റ്റാറ്റിസ്റ്റിക്കൽ. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥിതിവിവര കണക്കുകളാണ് പറയുന്നത്. എത്ര സ്ഥലം ഉണ്ടായിരുന്നു, എത്ര സ്വർണം ഉണ്ടായിരുന്നു, എത്ര വെള്ളി ഉണ്ടായിരുന്നു, എത്ര തടി ഉണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെ മുറിച്ചു, എന്തൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കി. കാരണം ഇവിടുത്തെ വിഷയം എന്താണ്? ദേവാലയം. അപ്പോൾ ദേവാലയത്തിന് വേണ്ടി വന്ന ദാനങ്ങളുടെ കണക്ക്, വന്ന വസ്തുക്കളുടെ കണക്ക്, അതെങ്ങനെയൊക്കെ ക്രമീകരിച്ചു, അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കി. അല്ലാതെ ശലോമോൻ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, ശലോമോന് 10,000 ഭാര്യമാരുണ്ടായിരുന്നു, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവിടെ പറഞ്ഞേക്കുന്നത് രാജാക്കന്മാരുടെ. സോ ഇറ്റ് ഈസ് ബയോഗ്രഫിക്കൽ, ദിസ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ. വ്യത്യാസം മനസ്സിലായാലും ഒരു വ്യത്യാസം. രണ്ടാമത്തെ ഒരു വ്യത്യാസം, രാജാക്കന്മാരുടെ പുസ്തകവും ശാമുവേലിൻ്റെ പുസ്തകവും ഈസ് മോർ പേഴ്സണൽ, വ്യക്തിപരമാണ്. കാരണം ബയോഗ്രഫിക്കൽ ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും? പേഴ്സണലായിരിക്കും. ബട്ട് ക്രോണിക്കിൾസ് ഈസ് മോർ ഒഫീഷ്യൽ, ഔദ്യോഗികമാണ്. കാരണം ഔദ്യോഗികമായിട്ട് കണക്കെടുക്കുമ്പോഴാണ് ഈ അളവും തൂക്കവും നീളവും വീതിയും ഒക്കെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടതാണെങ്കിൽ എനിക്ക് അതിൻ്റെ പ്രത്യേകിച്ച് കണക്കൊന്നും പറയണ്ട, അങ്ങേർക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ ആകുമ്പോൾ, ഒരു രാജാവിൻ്റെ ആകുമ്പോൾ അതിനെന്ത് വേണം? അളവ് വേണം, തൂക്കം വേണം, നീളം വേണം, അത് സ്റ്റോക്ക് രജിസ്റ്റർ വേണം, സ്റ്റോക്ക് കീപ്പ് ചെയ്യാനായിട്ടൊരു ആൾ വേണം, അത് സ്റ്റോർ ചെയ്യാനൊരു പ്ലേസ് വേണം, വേണ്ടേ? എത്ര പുറത്തേക്ക് എടുത്തെന്ന് വേണം, എത്ര അകത്തേക്ക് കൊണ്ടുപോയെന്ന് വേണം. നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച എത്ര കിലോ അരി മേടിച്ചായിരുന്നു, എത്ര പുറത്തേക്ക്? ഞാനൊരു ഹോസ്റ്റലിൽ താമസിച്ച ആളാണ്, അപ്പോൾ എനിക്ക് മെസ്സിൻ്റെ ചാർജും ഉണ്ടായിരുന്നു കുറേ കാലമൊക്കെ. അപ്പം നമ്മൾ രാവിലെ പോയി ആ സ്റ്റോറിൻ്റെ വാതിൽക്ക് നിൽക്കണം. കുക്ക് വന്നിട്ട് അരി തൂക്കി എടുത്തിട്ട് പുറത്തേക്ക് പോകും. പിന്നെ അരി മേടിച്ചുകൊണ്ട് വരുമ്പം അത് എത്ര കിലോ അകത്തേക്ക് കിട്ടുമെന്നുള്ളത് കണക്കെഴുതണം. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണോ? അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലൊക്കെ നിങ്ങൾ എഴുതി നോക്കിയാൽ ഇറ്റ്സ് ഒഫീഷ്യൽ. പക്ഷെ അവിടെ ആഹാരമുണ്ട്, വീട്ടിലും ആഹാരമുണ്ട്. പക്ഷേ അവിടെ എല്ലാം അളന്നും. അല്ല, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൊരു വട മേടിച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര 13 ഗ്രാമിൻ്റെ ഉഴുന്നുവട എന്ന് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി ഉഴുന്നുവടയ്ക്ക് എത്ര ഗ്രാമാണെന്ന് ചോദിച്ചാൽ 2 ഉഴുന്നുവട 1 ഗ്രാമിലിരിക്കുമോ എന്ന് ചോദിച്ചാൽ സഹോദരിമാർ ചിരിക്കുന്നുണ്ട്. 2 വട 1 ഗ്രാം അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇറ്റ് ഈസ് പേഴ്സണൽ, ഒഫീഷ്യൽ. പിന്നെ ഒഫീഷ്യലായിട്ടൊരു കാര്യം വരുമ്പോഴും പേഴ്സണലായിട്ട് വരുമ്പോഴും അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ശാമുവേലിൻ്റെ പുസ്തകത്തിലും എല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെല്ലാം രാജാവിൻ്റെ സദസ്സിലെ ദിനവൃത്താന്ത കാര്യങ്ങളായതുകൊണ്ട് എല്ലാത്തിനും ഒരു ഒഫീഷ്യൽ നേച്ചറുണ്ട്. അളവ് തൂക്കങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ വളരെ അടുക്കോടും ചിട്ടയോടും കൃത്യതയോടും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിന് ആ കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് വായിക്കുമ്പോൾ ഒരു കൃത്യതയില്ലാതെ പോകുന്നത് എന്ന് ഞാൻ ഇടയ്ക്ക് ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശാമുവേലിൻ്റെയും രാജാക്കന്മാരുടെയും പുസ്തകത്തിൽ 2 രാജ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 2 രാജ്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും. എന്നാൽ
ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ആരെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ? യഹൂദയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ രണ്ടിനെയും കുറിച്ചും പറയുന്നില്ല. അപ്പോൾ രണ്ടിനെക്കുറിച്ച് ഒന്നും പറയുന്നതെന്നുള്ളതല്ല, ഈ രാജ്യം ഡിവൈഡഡ് ആയതിനു ശേഷം അപ്പോഴാണല്ലോ രണ്ടുണ്ടാകുന്നത്. ഡിവൈഡഡ് ആകുന്നതിന് മുമ്പേ ഒന്നേ ഉള്ളൂ. അപ്പം ദാവീദിൻ്റെ കാര്യം ഉണ്ടെന്നും ശലോമോൻ്റെ കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം വാദത്തിന് വേണ്ടി ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇസ്രായേലും ഉണ്ടല്ലോ എന്നല്ലേ ഈ പറഞ്ഞത്. ആഫ്റ്റർ ഡിവിഷൻ, ഈ ഡിവിഷൻ വന്നതിന് ശേഷം ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമേ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നുള്ളൂ. പക്ഷേ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസം തന്നെയാണ്. പിന്നീട് നാലാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ആദ്യം പറഞ്ഞ കാര്യം, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ത്രോൺ, സിംഹാസനമാണ് വിഷയം. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ ആലയമാണ് വിഷയം. എംഫസിസ് ഓൺ ദ ത്രോൺ, എംഫസിസ് ഓൺ ദ ടെമ്പിൾ. ഇങ്ങനെ 4 അടിസ്ഥാന വ്യത്യാസങ്ങൾ എങ്കിലും ഈ രണ്ട് പുസ്തകങ്ങളും തമ്മിൽ കാണേണ്ടതാണ്. എന്തൊക്കെയാണ്? ഒന്ന് ബയോഗ്രഫിക്കലാണ്, മറ്റേത് സ്റ്റാറ്റിസ്റ്റിക്കലാണ്. ഒന്ന് പേഴ്സണലാണ്, മറ്റേത് ഒഫീഷ്യലാണ്. ഒന്ന് രണ്ട് രാജ്യങ്ങളെയും കുറിച്ച് പറയുന്നു, മറ്റേത് യഹൂദയെക്കുറിച്ച് മാത്രം പറയുന്നു. ഒന്ന് സിംഹാസന കേന്ദ്രീകൃതമാണ്, മറ്റേത് ദേവാലയ കേന്ദ്രീകൃതമാണ്. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ക്രോണിക്കിൾസ് അല്ലെങ്കിൽ ദിനവൃത്താന്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദാം മുതലുള്ള ചരിത്രം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ജനം ഒരു ജനമായി തീർന്നത് മുതൽ അവർ എങ്ങനെയൊക്കെ ഭരിക്കപ്പെട്ടെന്നും എങ്ങനെ പ്രവാസത്തിലേക്ക് പോയെന്നും എങ്ങനെ മടങ്ങി വന്നെന്നും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എ നേഷൻസ് റെസ്പോൺസ് ടു ഗോഡ് ഈസ് ദ ഡിസിസീവ് ഫാക്ടർ ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഹൗ ഡു ദേ റെസ്പോണ്ട് ടു ഗോഡ്. ഒരു സാമ്രാജ്യത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ചരിത്രത്തിലായിക്കോട്ടെ, ഒരു കുടുംബ ചരിത്രത്തിലായിക്കോട്ടെ, സുപ്രധാനമായിട്ടുള്ള സത്യം എന്താണ്? നമ്മളെങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുന്നു, ദൈവത്തിൻ്റെ വ്യവസ്ഥകളോട്, ദൈവത്തിൻ്റെ വെളിപ്പാടുകളോട് എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവവും പ്രതികരണവും ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വരട്ടെ. നമുക്ക് ഒരു കാര്യം കൂടി പരിശോധിക്കാനുണ്ട്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എസ്ര, നെഹമ്യ ആൻഡ് ക്രോണിക്കിൾസ്. ദിനവൃത്താന്തവും അടുത്ത 2 പുസ്തകങ്ങൾ, എസ്രയും നെഹമ്യാവും എസ്തേറും, ഈ പുസ്തകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് അതും കൂടി പറയാം എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൂടെ നമുക്ക് തീർത്തിട്ട് അടുത്ത ക്ലാസ്സിൽ 1 ദിനവൃത്താന്തം ക്രമമായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എളുപ്പമുണ്ടാവും പഠിക്കാനായിട്ട്. ഈ പുസ്തകത്തിന്, എസ്രയുടെ പുസ്തകത്തിനോട് ബന്ധമുണ്ടോ? ബന്ധമുണ്ടായിരുന്നോ? ഒറിജിനലി ഈ 2 പുസ്തകങ്ങളും ഒരു പുസ്തകമായിരുന്നു. പിന്നീടാണ് അത് എഡിറ്റ് ചെയ്ത് 2ആയിട്ട് മാറ്റിയത്. ക്രോണിക്കിൾസ്, എസ്ര ആൻഡ് നെഹമ്യ വേർ ഒറിജിനലി എ സിംഗിൾ ഗ്രേറ്റ് ഹിസ്റ്ററി, ഒരൊറ്റ പുസ്തകമായിരുന്നു. അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? നമുക്ക് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ, പാഴ്സി രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയുവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെട്ടു. പുസ്തകം തീർന്നോ? പുസ്തകം തീർന്നോ? ഇല്ലേ? അല്ല, പുസ്തകം തീർന്നില്ലേ? അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അല്ല, എസ്രാന്ന് എഴുതിയിട്ടില്ലേ അവിടെ? ഉണ്ട്, നിങ്ങളെല്ലാം നോക്കുന്നില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് എസ്രാന്ന് എഴുതിയിട്ടുണ്ട്. എസ്ര 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ, യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്. ഇതല്ലേ ഇച്ചിരി മുമ്പ് വായിച്ചത്? നിവൃത്തിയാകേണ്ടതിനെ വായിച്ചു. പാഴ്സി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരശിന്റെ മനസ്സുണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടത്തും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. ഇത് വായിച്ചതല്ലായിരുന്നോ? ഏത് പുസ്തകത്തിൽ നിന്ന്? കഴിഞ്ഞ പുസ്തകത്തിന്റെ അവസാനം. പിന്നെ ഈ പുസ്തകത്തിന്റെ ആദ്യം എന്തിനാ പറഞ്ഞത്? അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ ഒറ്റ കാര്യം മനസ്സിലായി. വേണം ഒരു സബ് ടൈറ്റിൽ പോലെ വെക്കാം, എസ്ര.
ഒരു പ്രധാന പുസ്തകം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സബ് ടൈറ്റിൽ എന്ന് പറയുമല്ലേ, ഒരു ഇടയ്ക്ക് ഒരു ചെറിയ തലക്കെട്ട്. അപ്പോൾ ചരിത്രം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഫോക്കസ് ഇപ്പോൾ എങ്ങോട്ട് മാറുന്നു? എസ്രായിലേക്ക് മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ പണ്ട് ഒരു പുസ്തകം തന്നെയായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. ഒരു പുസ്തകം അവസാനിച്ചതും മറ്റേ പുസ്തകം തുടങ്ങിയതും ചിലരൊന്നും കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുസ്തകം അവസാനിച്ചതും അടുത്ത പുസ്തകം തുടങ്ങിയതും ഒരേ സെൻറ്റൻസുകൾ പറഞ്ഞുകൊണ്ടാണെങ്കിൽ അതെന്താ കാണിക്കുന്നത്? ഇത് രണ്ടും ഒരു കണ്ടിന്യൂസ് ബുക്കായിരുന്നു. എന്നാൽ പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് ക്രോഡീകരിച്ച് ചേർത്തപ്പോൾ എസ്ര എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രത്യേകമായിട്ട് നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടതായതുകൊണ്ട് എസ്ര എന്നൊരു പുസ്തകം ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ തുടർച്ചയാണ് നെഹമ്യാവ്, അതിൻ്റെ തുടർച്ചയാണ് എസ്തേർ. അപ്പോൾ ഇനി അടുത്തായിട്ട് എസ്രയുടെ അവസാനത്തെ വാക്യവും നെഹമ്യാവിൻ്റെ ആദ്യത്തെ വാക്യം ഒന്നാണോ എന്നാരും വായിച്ചു നോക്കിയേക്കരുത്. എന്നിട്ട് അത് ശരിയായില്ല എന്ന്. അങ്ങനെയാണ് നമ്മുടെ ബുദ്ധി, അങ്ങനെയാണല്ലോ പോകുന്നത്. ദൈവത്തിൻ്റെ ബുദ്ധി പോലല്ല നമ്മുടെ ബുദ്ധി പോകുന്നതെന്നുള്ളതുണ്ട്. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇടയ്ക്കൊന്നും പുസ്തകം വരേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊരു സൂചന തന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ഓൾ കണക്റ്റഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇറ്റ്സ് നോട്ട് എ ഫിനിഷ്ഡ് ബുക്ക്, ഇറ്റ്സ് കണ്ടിന്യൂഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത് ഒരു റിട്രോസ്പെക്ഷൻ എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, ഒരു പുനർവിചിന്തനമാണ്. എന്താണ് ദിനവൃത്താന്തം എന്ന് പറയുന്നത്? ഒരു പുനരവലോകനം. എന്താണ് വാസ്തവത്തിൽ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ, ദൈവപ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ നടന്നത് എന്ന്. ഈ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ എല്ലാവരും ഒരുപോലല്ല. ചില ആളുകളൊക്കെ ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവരും ദൈവാലയം പണിയാൻ താല്പര്യപ്പെട്ടവരും ഒക്കെ ആയിരുന്നെന്ന് നമ്മളൊന്ന് കാണാൻ, ഈ പുസ്തകം വായിക്കുന്ന ആര് കാണാൻ? നമ്മൾ കാണാൻ. അപ്പം പല സന്ദർഭങ്ങളും നമ്മളൊരു പുനരവലോകനം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ പ്രവർത്തിച്ച ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം കാണാൻ സാധിക്കും. ആ ഒരു പുനരവലോകനമാണ്, ഒരു റിട്രോസ്പെക്ഷനാണ് ദിനവൃത്താന്തത്തിൽ കാണുന്നത്. എന്നാൽ എസ്രായിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുനഃസ്ഥാപനം, ഒരു റെസ്റ്റോറേഷനാണ്. ദൈവം വീണുപോയ അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് പോയ ജനത്തെ എന്ത് ചെയ്യുന്നു? റെസ്റ്റോർ ചെയ്യുന്നു, മടക്കി കൊണ്ടുവരുന്നു, അവരെ പുതുക്കി പണിയുന്നു. ദൈവം ഇടിച്ച് കളയുന്നില്ല. ഇതിന് വേണമെങ്കിൽ ഇടിച്ച് കളയാം, പക്ഷേ ഇടിച്ച് കളയാതെ ദൈവം അവരെ പുതുക്കി പണിത് അവരെ മടക്കി കൊണ്ടുവന്ന് അവരെ പുനഃസ്ഥാപിക്കുന്നു. ദൈവം എപ്പോഴും പറയുന്നത് അങ്ങനെയാണ്, വിശ്വാസത്യാഗിനികളായ മക്കളെ പൊക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ട എന്നല്ല പറയുന്നത്, മടങ്ങി വരിക, ഞാൻ നിങ്ങളെ മടക്കി വരുത്താം, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ എന്നാണ് ദൈവം എപ്പോഴും വിളിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ജനത്തെ ദൈവം തൻ്റെ അടുത്തേക്ക് മടക്കി വരുത്തുന്നതാണ് എസ്ര. നെഹമ്യാവ് എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണമാണ്. അവരെ മടക്കി കൊണ്ടുവന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അവരുടെ ആലയം പണിയേണ്ടതായിട്ടുണ്ട്, അവരുടെ മതിൽ പണിയേണ്ടതായിട്ടുണ്ട്, ജനത്തെ തന്നെ പണിയേണ്ടതായിട്ടുണ്ട്. ആലയം പണിയാനുണ്ട്, മതിൽ പണിയാനുണ്ട്, അതുകൊണ്ട് ആ ജനത്തെയും പണിത് ഉയർത്താനുണ്ട്. അതുകൊണ്ടൊരു പുനരുദ്ധാരണം എന്ന് വേണമെങ്കിൽ പറയാം. ദേ ആർ ബീയിങ് കൺസ്ട്രക്റ്റഡ് എഗെയിൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ദിനവൃത്താന്തം ഒരു പുനർവിചിന്തനമാണ്, എസ്ര ഒരു പുനഃസ്ഥാപനമാണ്, നെഹമ്യാവ് ഒരു പുനർനിർമ്മാണമാണ്. ഓർ ക്രോണിക്കിൾസ് എ റിട്രോസ്പെക്ഷൻ, എസ്ര റെസ്റ്റോറേഷൻ ആൻഡ് നെഹമ്യ റീകൺസ്ട്രക്ഷൻ. ഈ തരത്തിൽ ഇത് മൂന്നും വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എളുപ്പമാകും. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പുസ്തകത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ മടങ്ങി വരാനും പണിയപ്പെടാനും താല്പര്യമില്ലാതിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവരുടെ കാര്യമാണ് എസ്തേർ. എസ്തേർ എന്താണെന്നും കൂടി പറയണമല്ലോ. എസ്തേർ എന്താണെന്ന് ചോദിച്ചാൽ മടങ്ങി വരാൻ താല്പര്യമില്ലാത്തവർ, പണിയപ്പെടാൻ താല്പര്യമില്ലാത്തവർ, അവരെയും ദൈവം കൈവിടുന്നില്ല. അവരായിരിക്കുന്ന സ്ഥലത്ത് അവരെ സഹായിക്കുവാൻ ദൈവസാന്നിധ്യം അവരുടെ കൂടെ ഉണ്ട്. ബിക്കോസ് ഓഫ് ദെയർ ഹൈ കോളിംഗ്, ബിക്കോസ് ദേ ആർ ജ്യൂസ്. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചതും വേർതിരിച്ചതുമാണെന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ മടക്കി വരുത്തും. മടങ്ങി വരാൻ മടിച്ചിരുന്നാലും അങ്ങോട്ട് വന്ന് ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ആരാ കുഴപ്പക്കാർ? അതാണ് നമുക്ക് അവസാനം പറഞ്ഞു നിർത്താനുള്ളത്. ഈ കൂട്ടത്തിൽ മനുഷ്യനാണോ കുഴപ്പക്കാരൻ, ദൈവമാണോ കുഴപ്പക്കാരൻ? ദൈവം നമ്മെ രക്ഷിക്കുവാൻ തന്നാൽ കഴിയുന്നതെല്ലാം ഏത് തരത്തിലും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അവൻ ഭൂമിയെയും മനുഷ്യനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക, വാ 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 എന്നും പറഞ്ഞ്. പക്ഷെ മടിച്ച് അലസനായി വേണ്ടാത്ത തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതായിട്ടിരിക്കുന്നത് ആരാണ്? മനുഷ്യരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മടിയും അലസതയൊക്കെ ഒന്ന് മാറ്റി കർത്താവിൻ്റെ ആലോചനകളോട് ചേർന്ന് നിന്ന് അവൻ്റെ കൂടെ ഈ ദൈവരാജ്യ നിർമ്മാണത്തിൽ പങ്കാളികളായി തീരുവാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് നമ്മളെ സമർപ്പിക്കാം. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്ര, നെഹമ്യ ഒക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് എന്താ പറയുന്നത്, എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പരിശോധിക്കാം.
അത് കുറച്ചുകൂടെ സ്പീഡിൽ പോകാൻ പറ്റുമായിരിക്കും. മിക്കവാറും കാര്യങ്ങൾ അറിയാവുന്നതായതുകൊണ്ട് വായിച്ചിട്ട് വരിക. നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുവചന സത്യങ്ങൾക്കായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഉന്നത വിളി കൊണ്ട് നീ ഞങ്ങളെ വിളിക്കുകയും കർത്താവ് നിൻ്റെ പ്രമാണങ്ങൾ, നിൻ്റെ പദ്ധതികൾ ഞങ്ങളെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ഐക്യതയിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ഒക്കെ നീ നിർത്തിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. നിൻ്റെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. എന്നാൽ നിന്നെ വിട്ട് പലതരത്തിലും കർത്താവെ ഞങ്ങൾ അബദ്ധസഞ്ചാരം ചെയ്യുകയും വഴിതെറ്റി പോവുകയും ചെയ്തിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. നീ ഞങ്ങളെ മടക്കി വരുത്തുന്നവനും ഞങ്ങളെ പുതുക്കി പണിയുന്നവനും ഞങ്ങളുടെ കർത്താവ് ജീവിതത്തിൽ ഇടപെട്ട സന്ദർഭങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നവനുമായതുകൊണ്ട് കർത്താവ് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ശിഷ്യന്മാർ ചോദിച്ചതുപോലെ കർത്താവ് ഞങ്ങൾ പിന്നെയും ചിന്തിക്കുകയാണ്, നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിൻ്റെ പക്കൽ ജീവൻ്റെ മൊഴികളുണ്ട്. കർത്താവ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എങ്കിൽ നീ മാത്രം മതി. നിൻ്റെ സാന്നിധ്യം കർത്താവ് ഞങ്ങളെ ധന്യരാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ധനവും ജ്ഞാനവും കർത്താവ് ദൈവത്തിൻ്റെ വിവേകം എത്ര ആഴമുള്ളതെന്ന് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ തന്നെ കർത്താവ് നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ വിനയപ്പെടുത്തുകയാണ്. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.